പിണറായി വിജയൻ തന്നെ വീണ്ടും മുഖ്യമന്ത്രിയാകണമെന്ന് കഴക്കൂട്ടം മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി കടകംപള്ളി സുരേന്ദ്രൻ. ശബരിമല സ്വർണ്ണക്കൊള്ള തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകില്ല എന്നും അദ്ദേഹം പറയുകയായി. യാഥാർത്ഥ്യം ജനങ്ങൾക്ക് അറിയാമെന്നും കടകംപള്ളി സുരേന്ദ്രൻ 24നോട് പറഞ്ഞു. തെക്കൻ കേരളത്തിൽ ശക്തമായിട്ടുള്ള ഒരു പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ് കഴക്കൂട്ടം. കഴക്കൂട്ടത്തെ LDF സ്ഥാനാർത്ഥി MLA കൂടിയായിട്ടുള്ള, അതായത് നിലവിലെ MLA കൂടിയായിട്ടുള്ള കടകംപള്ളി സുരേന്ദ്രൻ നമുക്കിപ്പം ചേരുകയാണ്. പ്രതീക്ഷ ചോദിക്കുന്നില്ല, കാരണം നിലവിലെ MLA കൂടിയാണ്. ഒട്ടേറെ വികസനങ്ങൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. എങ്ങനെയാണ് ഇപ്പോൾ പ്രചരണമൊക്കെ ഏതുവരെ എത്തി? എന്നെ സംബന്ധിച്ചിടത്തോളം നല്ല ആത്മവിശ്വാസത്തോടു കൂടി തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ്. പ്രചാരണം സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം മാത്രമേ തുടങ്ങിയിട്ടുള്ളൂ. അത് നല്ല നിലയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ഈ എതിർ സ്ഥാനാർത്ഥികൾ ശക്തരാണ്. ഒന്ന് വി മുരളീധരനാണ്, ശരത്ചന്ദ്ര പ്രസാദാണ്. വി മുരളീധരൻ മുൻ കേന്ദ്രമന്ത്രി, ശരത്ചന്ദ്ര പ്രസാദ് മുൻ MLA കൂടിയായിട്ടാണ്. ഈ എതിർ സ്ഥാനാർത്ഥികളെ എങ്ങനെ കാണുന്നു? അല്ല, നിശ്ചയമായിട്ടും അവർ രണ്ടുപേരും നല്ല ശക്തരായിട്ടുള്ള സ്ഥാനാർത്ഥികൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരു നല്ല ത്രികോണ മത്സരത്തിനുള്ള സാധ്യത തന്നെയാണ് ഈ മണ്ഡലത്തിൽ ഞാൻ കാണുന്നത്. ഏറ്റവും പ്രധാനം കടകംപള്ളി സുരേന്ദ്രൻ എന്ന് പറയുമ്പോൾ തന്നെ ഈ ശബരിമല വിഷയം ചർച്ച ചെയ്ത അടുത്ത കാലത്താണ്. ഏതെങ്കിലും തരത്തിൽ ഒരു തിരിച്ചടിയാകുമോ ഈ ശബരിമല വിഷയം? ശബരിമല പ്രശ്നം യഥാർത്ഥത്തിൽ ഒരു തിരിച്ചടിക്കുള്ള കാരണവുമാകുന്നില്ല. കാരണം ഈ നാട്ടുകാർക്ക് നന്നായിട്ടറിയാം ശബരിമലയിലെ സമീപകാല സംഭവങ്ങളുമായിട്ട് മന്ത്രിക്ക് ഒരു ബന്ധവുമില്ല എന്നുള്ള കാര്യം. മന്ത്രി മാത്രമാണ്. ശബരിമലയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ അതിൻ്റെ അവിടുത്തെ രീതിക്കനുസരിച്ച് നടക്കുന്ന കാര്യങ്ങളാണ്. അതിൽ മന്ത്രിക്കൊന്നൊരു കാര്യമില്ല എന്നുള്ള കാര്യം നാട്ടുകാർക്കെല്ലാം നന്നായിട്ടറിയാം. ഈ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് അങ്ങുണ്ടായിരുന്നു, രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്തും ഉണ്ടായിരുന്നു. മൂന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഉണ്ടാകും എന്നുള്ളതിനുള്ളൊരു ഉറപ്പ് ജനങ്ങൾ ഈ ഒരു പ്രചരണ ദിവസത്തിനുള്ളിൽ നൽകുന്നുണ്ടോ? അടുത്ത പ്രാവശ്യം മൂന്നാം പിണറായി ഗവൺമെൻറ് വരും. ആ ഗവൺമെൻറ്റിനെ പിന്തുണയ്ക്കുന്ന ഏറ്റവും നല്ലൊരു നിയമസഭാ സാമാജികനായിട്ട് തന്നെ ഞാൻ പ്രവർത്തിക്കും. ഇത്തവണ LDF അധികാരത്തിലേക്ക് എത്തിയാലും പിണറായി വിജയൻ തന്നെ ആയിരിക്കും മുഖ്യമന്ത്രി. തീർച്ചയായിട്ടും അദ്ദേഹം തന്നെ മുഖ്യമന്ത്രിയാകണം. മറ്റൊന്നും കൊണ്ടല്ല, കഴിഞ്ഞ 10 വർഷക്കാലം ഈ കേരളം ഒരു ലീഡർഷിപ്പിനെ അനുഭവിച്ചറിഞ്ഞ സംസ്ഥാനമാണ്. അഭിപ്രായ വ്യത്യാസങ്ങൾ രാഷ്ട്രീയമായിട്ടുള്ള ആളുകൾ പോലും അദ്ദേഹത്തിലെ നേതൃഗുണം അംഗീകരിക്കുന്നുണ്ട്. അദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയതുകൊണ്ടാണ് ഈ വികസന പ്രവർത്തനങ്ങളെല്ലാം സ്റ്റേറ്റിൽ നടക്കുന്നതെന്ന് മനസ്സിലാക്കുന്നവരുണ്ട്. എല്ലാവരും അത് തന്നെയാണ് പറയുന്നത്. എന്തായാലും തലേക്കുന്നിൽ ബഷീർ, അതുപോലെ തന്നെ MV രാഘവൻ, അതുപോലെ തന്നെ AK ആൻ്റണി, അതുപോലെ MA വാഹിദ്, ഇങ്ങനെയുള്ള പ്രഗത്ഭന്മാരിൽ നിന്ന് ഈ പഴയ കഴക്കൂട്ടത്തെ തിരികെ പുതിയ കഴക്കൂട്ടമാക്കി മാറ്റുകയും പുതിയ മണ്ഡലമായി മാറുകയും ചെയ്തപ്പോൾ ആ മണ്ഡലത്തെ LDFിലേക്ക് നിലനിർത്തിയത് അങ്ങാണ്. ഇനിയും തുടർച്ചയായി അങ്ങോട്ട് നയിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. നമസ്കാരം. ന്യൂസ് ശ്രീധർ, 24, തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.